മലയാളിയുടെ അമിതമായ ദൈവവിശ്വാസം അല്ലെങ്കിൽ പോട്ടെ ദൈവവിശ്വാസം അതുമല്ല അന്ധവിശ്വാസം കുറേയൊക്കെ തട്ടിപ്പിന് ഇത് വഴി വെക്കുന്നില്ലേ? നാഗമാണിക്യം കുഴിച്ചെടുത്ത് തരാം, സ്വർണ്ണച്ചേന കുഴിച്ചെടുത്ത് തരാം, വെള്ളിമുങ്ങ, ഇതൊക്കെ പറയുമ്പോൾ ഇതൊക്കെ നേരിട്ട് ഇതുവരെ കാണാത്ത മലയാളി, ഇതൊന്നും കഥയിൽ പോലും വായിക്കാത്ത മലയാളി എന്തുകൊണ്ട് താലി പണയം വെച്ചും കിടപ്പാടം വിറ്റുമൊക്കെ ഇതിൻ്റെ പിറകെ പോകുന്നു? എനിക്ക് പറയാനുള്ളത്, സാറ് 160 തട്ടിപ്പുകളുടെ കഥ ഇങ്ങനെ ആലോചിച്ചിരുന്ന് ഒക്കെ എഴുതുന്നുണ്ട്. ഞാൻ എന്താ കാര്യത്തിന് എല്ലായിടത്തും തട്ടിപ്പുണ്ടെന്ന് മാത്രം എഴുതിയാൽ പോരായിരുന്നു. ഇപ്പോൾ തിയേറ്ററിൽ ഒരു ദിവസം അര ദിവസം പോലും മാറ്റിന് പോലും കളിക്കാത്ത സിനിമയെ നിങ്ങൾ പ്രദർശിപ്പിക്കുമ്പോൾ എന്താ പറയുന്നത്? സൂപ്പർ ഹിറ്റ് സിനിമയാണ് ഇതാ വരാൻ പോകുന്നത് അല്ലേ? അല്ലേ, സൂപ്പർ ഹിറ്റ് സിനിമയാണ് ഇന്ന് പ്രദർശിപ്പിക്കാൻ പോകുന്നത് എന്നുള്ള പരസ്യമല്ലേ കൊടുക്കും. അപ്പോൾ തട്ടിപ്പ് സിനിമയിൽ നിന്ന് മാത്രമല്ല എല്ലാ കാര്യങ്ങളിലും A to Z. ഈ സിനിമാക്കാരെ കൂടുതൽ ഇത്തരം തട്ടിപ്പുകാരെ ടാർഗറ്റ് ചെയ്യുന്നുണ്ടോ? കാരണം പൈസ എവിടെ നിക്ഷേപിക്കണമെന്ന് സിനിമാക്കാർക്ക് ഒരു സംശയം മാത്രം മാറ്റി നിർത്തേണ്ട കാര്യമില്ല. എന്തെങ്കിലും പ്രേമട്ടൻ അങ്ങനെ എന്തെങ്കിലും ഒരു അനുഭവം ഓർക്കാനുണ്ടോ? എത്രയോ പ്രാവശ്യം നമ്മുടെ ശമ്പളത്തിൻ്റെ കാര്യത്തിൽ തന്നെ എടുക്കാൻ ചില കള്ളച്ചെക്കുകളൊക്കെ, ചില വണ്ടി ചെക്കുകളൊക്കെ ഇപ്പോഴും ഒക്കെ ചിലരൊക്കെ തരുന്നുണ്ട്. അത് ഏതെങ്കിലും സ്കീമുകാർ വന്ന് മുന്നിൽ ചാടിയിട്ടുണ്ടോ? പൈസ നിക്ഷേപിച്ചാൽ ഇരട്ടിയാക്കാമെന്നോ ട്രിപ്പിളാക്കാമെന്നൊക്കെ പറഞ്ഞപ്പോഴെങ്കിലും എൻ്റെ അടുത്ത് കാര്യം ഞാൻ പെട്ടെന്ന് വീണു പോകും. പക്ഷേ ഞാൻ ഈ സാമ്പത്തിക കാര്യങ്ങളൊന്നും കൈകാര്യം ചെയ്ത ഞാനല്ല, എൻ്റെ വൈഫാണ് സാമ്പത്തിക കാര്യം ഉള്ളത്. വളരെ കാര്യമായിട്ട് തന്നെയാണ് അതൊക്കെ കൈകാര്യം ചെയ്യുന്നത്. പെട്ടെന്നൊന്നും വീഴത്തില്ല. ഞാനാണെങ്കിൽ വീഴും. പലപ്പോഴും ബ്രെയിൻ ഹെഡ് ഒരു പുരുഷനാകുമെന്ന് സ്ത്രീകൾ പറയുന്നു. നമ്മൾ പറയുന്നത് അങ്ങനെ ഡിസ്റ്റിങ്വിഷ് ചെയ്യുന്നതിൽ യാതൊരു അർത്ഥമില്ല. കാരണം പുരുഷനും സ്ത്രീയും ഈ കാര്യങ്ങളിലൊക്കെ തന്നെ എക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്യുന്നവരാണ്. ഇപ്പോൾ ഇയാൾ കോംപ്ലിമെൻ്ററിയാണ്. അതായത് പുരുഷന് പറ്റാത്തത് സ്ത്രീ സപ്ലൈ ചെയ്യും, സ്ത്രീക്ക് പറ്റാത്ത പുരുഷൻ സപ്ലൈ ചെയ്യും. അതുകൊണ്ട് പുരുഷനാണോ അതിൻ്റെ ബ്രെയിൻ, അതായത് സ്ത്രീയാണോ ബ്രെയിൻ എന്ന് നമ്മൾ തിരിക്കേണ്ട കാര്യമില്ല. ഭഗവത്ഗീതയിൽ തന്നെ സ്ത്രീ ഗുണങ്ങളായി പറയുന്നത് കീർത്തി, ശ്രീ, വാക്ച, നാരീണം, ധൃതി, മേധ, ധൃതിക്ഷമ എന്നാണ്. കീർത്തി, സൗന്ദര്യം, ധൃതി, ധൈര്യം, ക്ഷമ തുടങ്ങിയ വിശിഷ്ട ഗുണങ്ങളുള്ളവരാണ് സ്ത്രീ. അപ്പോൾ അങ്ങനെയുള്ള ഒരു സ്ത്രീ നമ്മെ സമീപിക്കുമ്പോൾ ഒരു പുരുഷൻ സമീപിക്കുന്നതിനേക്കാൾ നമുക്ക് അവരെക്കുറിച്ച് വിശ്വാസവും മതിപ്പും ഉണ്ടാകും. അപ്പോൾ അവർ പറയുന്ന കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കുകയും അതിലേക്ക് നമുക്കൊരു ചായ്വ് ഉണ്ടാവുകയും അനുഭാവം ഉണ്ടാവുകയും. അങ്ങനെ സ്ത്രീകൾ വരുന്നുണ്ട്. ഈ സാധനങ്ങൾ അതെ വിൽപ്പനയ്ക്ക് വരുമ്പോൾ നമുക്ക് ഒരുപാട് അനുഭാവം തോന്നിയിട്ട് സാധനം കൊള്ളുകയില്ല എന്ന വിചാരത്തിൽ തന്നെ അവരെ സഹായിക്കുക എന്നുള്ളൊരു മനോഭാവത്തോടു കൂടി നമ്മളത് പലപ്പോഴും വാങ്ങുന്നുണ്ട്. ഒരു ഉന്നത ബന്ധം സ്ഥാപിക്കുന്ന വഴി കുറച്ചും കൂടെ തട്ടിപ്പ് ഇപ്പോൾ ഏറ്റവും പുതിയ വിവാദത്തിലേക്ക് വരണ്ട, എന്നാൽ പോലും അങ്ങനെ ഒരു ഉന്നത ബന്ധം സ്ഥാപിക്കാനും സ്ത്രീ കുറ്റവാളികളെ കൂടുതൽ ഉപയോഗപ്പെടുത്താം. അത്തരം ഒരു സൈക്കോളജി വർക്കൗട്ട് ചെയ്യുന്നുണ്ട് ഇതിനിടെ. സ്ത്രീകൾക്ക് ആരെയും സ്വാധീനിക്കാൻ സാധിക്കുന്നതാണ്. ഇവിടെ സ്ത്രീകൾ എന്നോട് യോജിക്കുമെന്ന് എനിക്കറിയില്ല. പുരുഷന്മാരൊക്കെ സാധാരണ ഇതിൽ ദുർബല ഹൃദയരാണെങ്കിൽ വളരെ പെട്ടെന്ന് വീണു പോകാനുള്ള സാധ്യതയുണ്ട്. ഒരു പക്ഷേ ഇപ്പോൾ നമ്മുടെ ഈ കഴിഞ്ഞ 6 ദിവസമായിട്ട് സരിത കേരളം എന്നുള്ള നിലയിലേക്ക് നമ്മുടെ കേരളം പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇതിനിടയ്ക്ക് ഈ ടെൻഷൻ അല്പം റിലീസ് ചെയ്യാൻ വേണ്ടി ഞാനൊരു പാട്ട് പാടിക്കോട്ടെ? തീർച്ചയായും. ഓക്കെ. കാറ്റേ കാറ്റേ നീ സോളാർ മരത്തിൽ പാട്ടും മൂളി വന്നോ, പാട്ടും മൂളി വന്നോ, ചാനൽ പൂങ്കദളി വാഴ പൂക്കളിലാകെ തേൻ നിറഞ്ഞോ, ആകെ തേൻ നിറഞ്ഞോ, ആറ്റ് നോറ്റ് ഈ തോരാമഴയിൽ ചൂടൻ വാർത്ത തന്നു. അതാരാ തരുന്നത്? നിങ്ങളെപ്പോലെയുള്ള ചാനലുകളാണ്. അദ്ദേഹം പറഞ്ഞ പോലെ ഈ മാധ്യമങ്ങൾ കുറേയൊക്കെ, കാരണം അവർക്ക് പരസ്യം വേണം, പരസ്യം കൊണ്ടേ നിങ്ങളുടെ ചാനലിൽ നിലനിൽക്കാൻ പറ്റൂ. അപ്പോൾ അതുകൊണ്ട് എന്ത് പറ്റുന്നു? ഈ ധാതുശക്തി ഗുളികകളും മുടി വളരുന്ന ഗുളികളും എന്നെ കളിപ്പിക്കാൻ പറ്റില്ല എന്നുള്ളതിൻ്റെ ഉദാഹരണമാണ് എൻ്റെ ഈ കഷണ്ടി തന്നെ. എത്രയോ പേര് എന്നോട് വന്ന് പറഞ്ഞിട്ടുണ്ട്. ഈ ഒരു 2-3 വർഷത്തിനിടയിൽ വന്ന കുറേ വാർത്തകൾ എടുത്തു നോക്കുമ്പോൾ നേരത്തെ ഞാൻ ചോദിച്ച പോലെ ഒരു അന്ധവിശ്വാസം മലയാളിക്ക് കൂടുതലായിട്ട് കൂടിയിട്ടുണ്ട്. ആ രീതിയിലുള്ള തട്ടിപ്പുകളും കൂടുതൽ പുറത്തു വരുന്നില്ലേ? SLC പരീക്ഷ ഒരു മാന്ത്രിക ചരട് കെട്ടിയാൽ പിന്നെ ജയിക്കും എന്ന് പറഞ്ഞിട്ടൊരു പരസ്യം ഉണ്ടായിരുന്നു. ഞാൻ അതിനെക്കുറിച്ച് അന്വേഷിച്ചപ്പോഴത്തേക്ക് ഈ മാന്ത്രിക ചരട് ഉണ്ടാക്കുന്നവൻ്റെ മകൾ 3 പ്രാവശ്യം SLC തോറ്റയാളാണ്. അതുപോലെ തന്നെ നമ്മുടെ കഷണ്ടിക്കെണ്ണ വന്നു. ഇപ്പം കഷണ്ടിയും കാണാനില്ല, എണ്ണയും കാണാനില്ല, വൈദ്യനെയും കാണാനില്ല. അപ്പം കഷണ്ടി കാണാനുണ്ട്. താങ്കളെ പോലുള്ളവർ വിദഗ്ധമായി മറിച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പം ഇത് ഓരോ തട്ടിപ്പ് വരുമ്പോഴും നമ്മൾ അപ്പോൾ ഇത് മനസ്സിലാക്കുന്നില്ല. ഏത് സംഭവവും ഭംഗിയായി വിളയുന്ന ഒരു മണ്ണാണ് മലയാളിയുടെ മണ്ണ് എന്ന് തട്ടിപ്പുകാർക്ക് മുഴുവൻ അറിയാം. ഇന്ത്യയിൽ ഇത്രയും സംസ്ഥാനങ്ങൾ, നമ്മൾ പല സംസ്ഥാനങ്ങളെക്കുറിച്ച് കളിയാക്കി പറയാനുണ്ടല്ലോ. ഇതുപോലൊരു തട്ടിപ്പ് തമിഴ്നാട് നടക്കാത്ത എന്താ? സ്വർണ്ണക്കടകളുടെ തട്ടിപ്പുകൾ
അതായത് പണിക്കൂലി, പണിക്കിഴിവ്, നിങ്ങൾ 4%, 5% എന്ന് പറയുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് അഡ്വർടൈസ്മെൻറ്റ്സ്. ഇതുപോലെയുള്ളത് അമേരിക്കയിലോ അതുപോലെയുള്ള വികസിതമായ ഒരു രാജ്യങ്ങളിലും നമ്മൾ ഇതുപോലെയുള്ളതായ ഈ സ്വർണ്ണക്കടകൾ കാണുന്നില്ല. പക്ഷേ നമ്മുടെ ഇവിടുത്തെ സ്വർണ്ണക്കടകളിൽ ചെന്ന് കഴിഞ്ഞാൽ അവിടെ അടുക്കാൻ നിവർത്തിയില്ല. ഇതില്ല, പോലീസിൽ നമ്മൾ ഒരു പരാതി കൊടുത്താൽ പോലീസ് അത് സീരിയസ് ആയിട്ട് എന്താ സംഭവിച്ചത്? എനിക്കൊരു 8 ലക്ഷം രൂപ പോയി. എനിക്കൊരു ബിൽഡിംഗ് വെക്കാൻ വന്നതിൽ ഒരു കോൺട്രാക്ട് തട്ടിയിട്ട് പോയാ. അപ്പോൾ ഞാൻ മുഖ്യമന്ത്രിനെ 8 ലക്ഷം 8 ലക്ഷം രൂപ. ആ കോൺട്രാക്ടർ അറിയില്ല, കോൺട്രാക്ട് അറിയത്തില്ല. ഇവിടെ മുഖ്യമന്ത്രി മലയാളിയായിരുന്നു. മലയാളി മുഖ്യമന്ത്രിൻ്റെ അടുത്ത് നിന്നാണ് ഞാൻ ലെറ്റർ വായിച്ചു. പിന്നെ ഞങ്ങൾ പരാതി 6 പേരാണ് കൊടുത്തിരിക്കുന്നത്. എൻ്റെ പരാതിയിലുണ്ട് എത്രയോ പേർക്ക് ലക്ഷക്കണക്കിൽ പോയിട്ടുണ്ട്. ഞങ്ങളെല്ലാം കൂടെ 8 പേര് അറിയുന്ന ആൾക്കാരുടെ ഈ പരാതി ഇതിൻ്റെ അകത്തുണ്ട്. വീട് പണിതേ ഇല്ല, അത് പണി തീരുന്നതിന് മുന്നേ പോയി. പണി തീരുന്നതിന് ആൾ മുങ്ങി. അപ്പോൾ ഇതിൻ്റെ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഞങ്ങൾ എന്ത് ചെയ്തു, മുഖ്യമന്ത്രിക്കാണ് പരാതി കൊടുത്തത്. മുഖ്യമന്ത്രി പോലീസിന് അയച്ചു. പോലീസ് എന്ത് ചെയ്തു, എന്നെ ഞങ്ങൾ ഈ മ്യൂസിയം സ്റ്റേഷനിൽ വിളിച്ചിട്ട് ചോദിച്ചു, ഈ പുള്ളിനെ എവിടെയും കൊണ്ടേ നിങ്ങൾ കാണിച്ചു തരുമോ, ഞങ്ങൾ പിടിച്ചോളാന്ന്. അപ്പം ഞാൻ പറഞ്ഞു, സാറ് കാണിച്ചാൽ ഞാൻ പിടിച്ചോളാന്ന് പറഞ്ഞു. കിങ് സിനിമയിലെ മമ്മൂട്ടിയാണ് എനിക്ക് പറ്റുമോ? ഈ മലയാളി സമൂഹത്തിൽ ആർക്കെങ്കിലും തട്ടിപ്പിന് ഇരയാകാതെ ഏതെങ്കിലും വ്യക്തികൾ ഇപ്പോൾ ജീവിക്കുന്നുണ്ടോ?